ഇതെന്താ കാർ റേസിംഗ് വല്ലതും നടക്കണ്ടോ? എനിക്ക് തോന്നുന്നേ ചിലപ്പോ റോട്ടിലെങ്ങാനും കാർ റേസിംഗ് നടക്കണ്ടാവും. അതാ ഇങ്ങനത്തെ സൗണ്ട് ഒക്കെ കേൾക്കുന്നേ. ഇത് കാർ റേസിംഗ് അല്ലല്ലോ, വേറെ എന്തോ സൗണ്ട് ആണല്ലോ. ഇവിടെ കാണുന്നില്ലല്ലോ. എടി മത്തങ്ങ, ഇങ്ങോട്ട് നോക്കടി. ഞാനാണ് പ്രേതം. ഉണ്ടംപൊരി തരാൻ. എന്തേ നല്ല പ്രേതാണല്ലോ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എനിക്ക് ഒരു 5 ഉണ്ടംപൊരി താട്ടാ. ഇത്രക്കും ബുദ്ധിയില്ലാത്തടത്തേക്കാണല്ലോ ഞാൻ പ്രേതായി വന്നേ. ഞാൻ പ്രേതാണ്, അല്ലാതെ തട്ടുകടയിൽ നിൽക്കുന്ന ആളല്ല. മിണ്ടാതിരി അവിടെ. ഞാൻ പ്രേതാണ്, ഞാൻ അങ്ങനെ പലതും പറയും. നിനക്ക് ഉണ്ടംപൊരി ഉണ്ടാക്കി തരലല്ലേ എനിക്ക് പണി. നിന്റെ ചോര കുടിക്കാൻ ഞാൻ നിന്റെ ചോര കുടിക്കും. ചോര കുടിക്കാനോ? അയ്യോ, നീ എന്റെ ചോര കുടിക്കാൻ വേണ്ടി ഞാൻ നിന്നൊന്നും ചെയ്തില്ലല്ലോ. ആര് പറഞ്ഞു ചെയ്തില്ലാന്ന്? നീ ഇവിടെ അമ്മുവിന്റെ മേത്ത് നാളെ മെയിലാഞ്ചി തേച്ച് പെരുന്നാൾ കൊളാക്കാൻ നോക്കിയില്ലേ? അതെങ്ങനെ നിങ്ങൾക്കറിയാം? ഞാൻ അമ്മുവിന്റെ മേത്ത് തേക്കാൻ പോയത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഞാൻ അമ്മുവിന്റെ ഫ്രണ്ടാണ്. നീ അവളെ എന്ത് ചെയ്താലും ഞാൻ അറിയും. അമ്മുവിന്റെ ഫ്രണ്ട്. അതെ, അതുകൊണ്ട് അവളോട് സൂക്ഷിച്ചു കൊണ്ട് കളിക്ക്. അയ്യോ, നീ എന്തിനാ അങ്ങനെ ചെയ്തേ? ഞാനങ്ങനെ ചെയ്തില്ലല്ലോ, ചെയ്യാൻ പോയിട്ടില്ലല്ലോ. അത് ഞാനൊരു ഫണ്ണിന് വേണ്ടി ചെയ്യാൻ പോയതാ. ഇതാണോ നിന്റെ ഫണ്ണ്? ഇതാണ് ഫണ്ണ്? അല്ല, ഇതല്ല ഫണ്ണ്. മര്യാദക്ക് ഒരു കാര്യം പറയുന്ന കേട്ടോ. എന്താ? ഇനി നീ അമ്മൂനെ ബുദ്ധിമുട്ടിച്ച ഞാൻ ഇങ്ങോട്ട് വന്ന് ഉറപ്പായി നിന്റെ ചോര കുടിക്കും. ഇല്ല, ബുദ്ധിമുട്ടിക്കൂല. ഉറപ്പാണോ? ഉറപ്പല്ല. ഉറപ്പല്ലേ? ഞാൻ നിന്നൊന്നും ചെയ്യില്ല. ഇനി അമ്മൂന് എന്തെങ്കിലും ചെയ്താ ഞാൻ നിനക്ക് ഉറപ്പായിട്ട് പണി തരും. അങ്ങനായാ നിനക്ക് കൊള്ളാം. അയ്യോ, ഞാൻ പോവാ. അയ്യോ, ഇതിലേറെ വലിയ പണിയൊക്കെ കിട്ടാല്ല. വേഗം ചേച്ചിന്റെ അടുത്ത് പോട്ടെ. കള്ളി അമ്മു, അപ്പൊ നീയാണല്ലേ എന്നെ പ്രേതായി പേടിപ്പിച്ചേ? ഇതിന് ഞാൻ പണി തന്നിരിക്കും, നോക്കിക്കോ. ഈ കൊച്ചു നേരം എണീറ്റില്ലേ? പെരുന്നാൾ അതിലൊരു വിചാരല്ല. എല്ലാരും മാറ്റി കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റിയാണ്ട് ആമിനാത്തോടൊക്കെ പോ റെഡിയായി. നീ മാത്രമുള്ള ഇങ്ങനെ ഉറങ്ങുന്നേ. എന്താണ് പറയുന്നേ? എല്ലാരും കുളിച്ച് ഡ്രസ്സൊക്കെ മാറിയോ? പിന്നെ അല്ലാണ്ട് എല്ലാരും നിന്നെ കാത്തു നിൽക്കോ? മര്യാദക്ക് വേഗം പോയി കുളിച്ച് മാറ്റിക്കോ. എല്ലാരും പോ റെഡിയായി. അയ്യോ, ഞാൻ വരുന്നു. വേഗം കുളിക്കാൻ നോക്ക്, എന്നിട്ട് ഡ്രസ്സ് മാറിയിട്ട് വാ. പൊന്നാമിനത്തെ പറയാതിരിക്കാൻ വയ്യ. ആമിനത്താന്റെ ബീഫ് ബിരിയാണി, ചിക്കൻ ബിരിയാണി അതൊരു ഒന്നൊന്നര ഐറ്റാ. എന്തായാലും നിങ്ങളെ ബിരിയാണി ചൂടാറിനിടക്ക് തിന്നാൻ നോക്കി. ഞാനേ ഉള്ളിലേക്ക് പോട്ടെട്ടാ. അല്ല ആമിനത്ത, നിങ്ങളൊന്നും ഇരിക്കുന്നില്ലേ? അത് പിന്നെ മക്കളെ, ഞങ്ങൾ ഉള്ളിലായിരിക്കുന്നേ. നിങ്ങൾക്ക് ഇവിടെ മേശിട്ട് തന്നെ പറഞ്ഞപ്പോഴേ ഇവിടെ ഇങ്ങോട്ട് ആക്കി തന്നതാ. പിന്നെന്താ ആശയുണ്ടെങ്കിലേ വിളിച്ചണട്ടാ. ഓ, അത് പിന്നെ ഞങ്ങൾ വിളിച്ചോളാ. ആഹാ ചിന്നു, കറക്റ്റ് സമയത്താ നീ വന്നേ. അത് പിന്നെ ചിന്നു, നിനക്ക് ഞാൻ അറിയാലോ, അവൻ ഇവിടെ ഒരു പ്രാവശ്യം വന്നിട്ടുള്ളൂ. അന്ന് ഞങ്ങൾ പെണ്ണ് കാണാൻ വന്നെന്ന് അന്ന് മാത്രമേ അവൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളൂ. അപ്പൊ പിന്നെ അവന് വീട് ശരിക്കും അറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതിൽ പുറത്ത് നിർത്താൻ പറഞ്ഞു. അപ്പൊ നീ നിക്കോന്ന് ചോദിക്കാൻ വേണ്ടിട്ടാ. അല്ല, ഗിരിചേട്ടൻ പറയുന്നത് കാർത്തികിനെയാണോ? കാർത്തിക് തന്നെ. അല്ല, അത് പിന്നെ അയ്യോ ചിന്നുവിന് ബുദ്ധിമുട്ടാണ് വേണ്ടാട്ടോ. ഞാൻ ഈ സ്നേഹ എല്ലാതും റെഡി ആയോ എന്ന് അറിയാൻ വേണ്ടിട്ടേ സ്നേഹന്റെ അടുത്തൊന്ന് പോകാൻ നിൽക്കായിരുന്നു. കുഴപ്പമില്ല, ഞാൻ തന്നെ നിന്നോളാട്ടോ. അയ്യോ വേണ്ട, വേണ്ട ഗിരിചേട്ടാ.
ഞാൻ നിന്നോളാം. ഗിരിയേട്ടനെ സ്നേഹിച്ചിന്റെ അടുത്തേക്ക് പോയിക്കോ. താങ്ക് യുടാ. വെൽക്കം വെൽക്കം. ശരിടാ, എന്തുവാ ഇത്? അവൻ എന്ത് കേസ് ഉണ്ടല്ലോ എന്റെ തലയിൽ വന്ന് വീഴൂ. ഇനി ആ കുറങ്ങിൽ പോയി കാത്തു നിൽക്കണേ ഞാന്. ഓ, അമ്മൂനെ പറഞ്ഞയച്ചാലോ? വേണ്ട, അവൾ എന്തായാലും പോവൂല. ഞാൻ തന്നെ പോവേണ്ടി വരും. എന്തേ ഇവിടെ വല്ല തമാശ ഉണ്ടായിരുന്നോ ഇങ്ങനെ ചിരിക്കാന്? ഓ, തമാശ കണ്ടിട്ട് ചിരിച്ചോന്നല്ല, ഞാൻ ഒരു അത്ഭുതം കണ്ടിട്ട് ചിരിച്ചതാ. അത്ഭുതം കണ്ടിട്ടോ? എന്താ അത്ഭുതം കണ്ടിട്ട്? നീ എന്നെ കാത്തിക്കല്ലായിരുന്നോ? എന്നെ വെറുക്കുന്ന നീ ഞാൻ വരാൻ വേണ്ടി കാത്തു നിക്കല്ലായിരുന്നോ പുറത്ത്? ആരറിഞ്ഞ നിന്നെ കാത്തു നിൽക്കാണ്? ഞാനേ പുറത്ത് ഇപ്പൊ ഇറങ്ങിയതേ ഉള്ളൂ. ആ അതെ, അതെനിക്കറിയാലോ, നീ പുറത്ത് ഇപ്പൊ ഇറങ്ങിയതേ ഉള്ളൂന്ന്. ആ അത് ഞാൻ പറഞ്ഞില്ല, ഞാൻ നിന്നെ കാത്തു നിൽക്കാൻ വേണ്ടി പുറത്ത് ഇറങ്ങിയതൊന്നല്ല, ഞാൻ വേറെ കാര്യത്തിന് വേണ്ടി ഇറങ്ങിയതാ. എന്നോടേ എന്റെ ചേട്ടനെ എന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ ഇവിടെ, ഗിരിച്ചേട്ടൻ. ആ ചേട്ടൻ എന്നോട് വിളിച്ചു പറഞ്ഞിരുന്നു ചിന്നി പുറത്ത് കാത്തു നിൽക്കണ്ടെന്ന്. ആ അത് പിന്നെ ഗിരിച്ചേട്ടൻ പറഞ്ഞോണ്ട് മാത്രം കാത്തുന്നതാ. പിന്നെന്തിനാ മുമ്പ് എന്നോട് കള്ളം പറഞ്ഞേ? ഓ, നീ എന്തിനാ എന്നെ ചോദ്യം ചെയ്യുന്നേ? നീ എന്താ പോലീസാണോ? പോലീസുമാർക്ക് മാത്രമേ ചോദ്യം ചെയ്യാൻ പാടുള്ളൂ. ഞാൻ പോവാ. ആ പോവല്ലേ, നിക്ക്. ശിവ, നിനക്കെന്താ തോന്നുന്നേ? സ്നേഹിതയ്ക്ക് ബേബി ഗേൾ ആണോ ഉണ്ടാവുക അതോ ബേബി ബോയ് ആണോ ഉണ്ടാവുക? ഒരു സംശയം വേണ്ട, ബേബി ബോയ് തന്നെ. ഏയ് അല്ലല്ല, എനിക്ക് തോന്നുന്നത് ബേബി ഗേൾ ആണ്. അല്ല, എനിക്ക് തോന്നുന്നത് ബേബി ബോയാ. എനിക്ക് എന്തായാലും ബേബി ഗേളിനെ തോന്നേ. നമുക്ക് നോക്കാം ബേബി ബോയ് ആണോ ബേബി ഗേൾ ആണോന്ന്. അല്ല, ചേച്ചി എവിടെ പോയി കിടക്കുക? കുറെ നേരമല്ലോ ചേച്ചിനെ കണ്ടിട്ട്. ശരിയാ, ഞാൻ ചിന്നു ചേച്ചിനെ വന്നപ്പോ കണ്ടതാ, പിന്നെ ഞാൻ കണ്ടിട്ടേ ഇല്ല. വാ നമുക്ക് പോയോക്കാം. ഇനി എന്തായാലും ഹെയർ സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ വേണ്ട, നീ ഡ്രസ്സ് മാറിയിട്ട് വാ, എന്നിട്ട് സെറ്റ് ചെയ്യാല്ലേ ഹെയർ. അല്ലെങ്കിൽ ഡ്രസ്സ് ഇടുമ്പോഴേ ഹെയർ ആകെ കൊള്ളാവൂലേ? അത് ശരിയാ, ചിലപ്പോ ഡ്രസ്സിന് മുടിയൊക്കെ കേടുവരാം. എന്തായാലും ഞാൻ ഡ്രസ്സ് മാറിയിട്ട് തരാം. അല്ലടി, ഇനി എന്തായാലും മേക്കപ്പ് എന്തെങ്കിലും ചെയ്യണോ? ഞാൻ സിമ്പിൾ ആയിട്ട് ചെയ്തിട്ടുള്ളൂ. അയ്യോ വേണ്ടടി, ഇങ്ങനെ മതി. ഓക്കെ, എന്നാ പിന്നെ ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാട്ടോ. ഓക്കെടി. ചേച്ചി എന്താ? ചേച്ചി ഇവിടെ നിക്കായിരുന്നാ? അല്ല, ഞാൻ അപ്പുറത്ത് നിൽക്കായിരുന്നു. നിനക്കെന്താ കാണുന്നില്ല ഞാൻ ഇവിടെ നിൽക്കുന്നേ? അല്ല ചേച്ചി, നിനപ്പോ ഇത്രയും ദേഷ്യപ്പെടുന്നേ? ഞാൻ വേറെ ഒന്നും ചോദിച്ചില്ലല്ലോ. ചേച്ചി ഇവിടെ നിൽക്കായിരുന്നോന്ന് ഞാൻ ചോദിച്ചേ. അതിനല്ലേ ഞാനും പറഞ്ഞേ ഞാൻ ഇവിടെ നിൽക്കായിരുന്നു. ചേച്ചി അങ്ങനല്ലല്ലോ പറഞ്ഞേ. നീ എന്തിനപ്പോ വന്നേന്ന് പറ. അത് ചേച്ചി എന്തിനാ ദേഷ്യപ്പെട്ടേന്ന് പറ. ഞാൻ എനിക്ക് ഇഷ്ടമല്ലപ്പോ ദേഷ്യപ്പെടും. അതിന് നിനക്കെന്താ? എന്താ ചേച്ചി ആവശ്യമില്ലാതെ ദേഷ്യപ്പെടാൻ നിൽക്കണം കേട്ടോ. ചേച്ചി കുറെ നേരമല്ലോ. ഓ എന്റെ പൊന്നമ്മു, നീ ഇപ്പൊ എന്തിനാ വന്നേ? അത് പിന്നെ ചേച്ചിയെ കാണാഞ്ഞിട്ട് വന്നതാ. ഓ അങ്ങനെ. അല്ല, ശിവി ആയിഷയ്ക്ക് എവിടെ? അവരപ്പുറത്തുണ്ട്. അല്ല, ചേച്ചിന്റെ മുഖം എന്തെങ്കിലും വാടിയിരിക്കുന്നേ? ചേച്ചി എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? ചേച്ചിന്റെ മുഖം എപ്പോഴും ദേഷ്യപ്പെട്ടാണല്ലോ വെച്ചേക്കുന്നേ. ഹേയ് ഒന്നുമില്ല അമ്മു. കാർത്തികേട്ടന് വന്നോ? വന്നെങ്കിൽ അയി നീക്കെന്താ? അവള് കാർത്തികേട്ടനി. അപ്പൊ അത് തന്നെയാണല്ലേ പ്രശ്നം? എന്ത് കാർത്തിക ചേട്ടൻ? അതൊന്നല്ല പ്രശ്നം, അത് തന്നെയാണ് പ്രശ്നം. അത് തന്നെയാണ് പ്രശ്നം. പോരെ, ഇതല്ല നിനക്ക് വേണ്ടത്? ചേച്ചി അല്ല, പിന്നെ അവള് കുറെ നേരായി. എനിക്കറിയാം ചേച്ചിക്ക് അതന്നെ പ്രശ്നം. എനിക്ക് അതിന്റെ പ്രശ്നം. പോരെ, ഇതിപ്പോ എവിടെ നിൽക്കാനും പറ്റില്ലല്ലോ. എവിടെ നിന്നാലും ഓരോന്ന് വന്നിങ്ങനെ ചോദിക്കും.